ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കളെ, വരാനിരിക്കുന്ന നമ്മൾ ഓണപ്പരീക്ഷ ഫസ്റ്റ് ടൈം എക്സാമിങ് അടുത്തെത്തി കഴിഞ്ഞു. ഇത് നിങ്ങൾ നിർബന്ധമായും തെറ്റിക്കും. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലെ മോഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് ത്വരണം, ആക്സിലറേഷൻ എന്ന് കേട്ടാൽ തന്നെ ദേഷ്യം വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കാം. ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ നിർബന്ധമായും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. ഇതിലേക്ക് നോക്കൂ, എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ. എപ്പോഴും എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടൊന്ന് വായിക്കണം. അതിൽ ആരും ഒരു മടി കാണിക്കരുത്. ആ കൂൾ ഓഫ് ടൈമിനകത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ആ സമയത്ത് ചിലപ്പോൾ ടീച്ചർ ക്ലാസ് റൂമിലില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഫ്രണ്ട്സിലോടൊക്കെ എടാ ഒന്നാമത്തെ എത്ര, രണ്ടാമത്തെ എത്ര, അങ്ങനെ ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. അപ്പോൾ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ വസ്തുവിന് ത്വരണമുണ്ടോ, ആക്സിലറേഷൻ ഉണ്ടോ എന്നാണ് അല്ലേ. ഡസ് ദ ബോഡി ഹാവ് ആക്സിലറേഷൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ വൈ? അതിൻ്റെ കാരണം എന്താണ്, അതൊക്കെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇത് കാണുമ്പോഴേ നിങ്ങൾക്കൊരു ദേഷ്യം തോന്നും, കണ്ടല്ലേ. എ ബോഡി ട്രാവലിംഗ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി. രണ്ടാമത്, ദ ബോഡി ട്രാവലിംഗ് അലോൺ സ്ട്രേറ്റ് വിത്ത് എ നോൺ യൂണിഫോം വെലോസിറ്റി. എ ബോഡി ട്രാവലിംഗ് ഓൺ എ സർക്കുലർ പാത്ത് ഇൻ യൂണിഫോം സ്പീഡ്. എ ബോഡി ട്രാവലിംഗ് വിത്ത് എ സർക്കുലർ വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. ഒരു വസ്തു നേർരേഖയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആക്സിലറേഷൻ ത്വരണമുണ്ടോ എന്നാണ് നമ്മളെ ചോദ്യം. രണ്ടാമത്തെ പോയിന്റ് എടുത്തിൽ ഒരു വസ്തു നേർരേഖയിൽ അസമവേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇനി അടുത്തൊരു വസ്തു വൃത്തപാതയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. അസമവേഗത്തിൽ വൃത്തത്തിൽ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം മക്കളെ. അതുകൊണ്ട് മക്കളെ, ഇത് നിങ്ങൾ തെറ്റിക്കും. പക്ഷേ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളെന്ത് ചെയ്യുന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പരിശുദ്ധമായ സ്ക്രീനിലേക്കും പരിശുദ്ധമായ വാക്കുകളിലേക്കും മാത്രം ശ്രദ്ധിക്കട്ടെ. ഞാൻ നിങ്ങൾ വായിച്ചെടുക്കണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇനി നോക്കാം, ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക്. ഒരു വസ്തു നേർരേഖയിൽ സമവേഗതയിൽ സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു വസ്തു നേർരേഖയിൽ എന്ത് ചെയ്യുന്നു, സമവേഗതയിൽ സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്ക്, ഇതിലെങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ സമവേഗത ആണ് ഒരു എക്സാമ്പിൾ. ഇവിടെ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ എത്തുമ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ എത്തുമ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എല്ലാ സമയത്തും എന്താണ് അല്ലേ, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി, അപ്പോൾ ഒരു വസ്തു നേരേഖ സമപ്രവേഗത്തിൽ ആണല്ലേ, യൂണിഫോം വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുക. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A=V-U/T. ഇവിടെ V എന്ന് പറഞ്ഞാൽ 10 ആണ്, U എന്ന് പറഞ്ഞാൽ ഇതാണ് U എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് V ആയിരിക്കും. അപ്പോൾ Vയും 10 ആണ്, Uവും 10 ആണ്. അപ്പോൾ നമുക്ക് 10/-10. സമയം നമുക്ക് ഇവിടെ തന്നിട്ടില്ല, സമയം ഇപ്പോൾ കൊടുക്കണ്ട. 10 - 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 0 എന്ന് കിട്ടി. അതായത് ഇവിടുത്തെ ടോട്ടൽ ആക്സിലറേഷൻ ത്വരണം എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൈ, എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം, ഇവിടെ എന്തായിരിക്കും, ഇവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ല അല്ലേ, വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. ഇവിടെ എന്തില്ല, പ്രവേഗമാറ്റമില്ല, വെലോസിറ്റി ചേഞ്ച് അല്ലേ. ഇവിടെ ഡസ് നോട്ട് എന്താണ്, വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് എന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായോ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? സ്ട്രെയിറ്റ് ലൈന് യൂണിഫോം വെലോസിറ്റിയിൽ പോവാന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി ചേഞ്ച് 10 - 10 പറഞ്ഞാൽ 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ എന്തില്ല. അപ്പോൾ ബോഡി ഡസ് നോട്ട് ഹാവ് ആക്സിലറേഷൻ, ഇവിടെ എന്തില്ല, ആക്സിലറേഷൻ ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക അല്ലേ. ഇവിടെ എന്തില്ല, ബോഡി ഡസ് നോട്ട് ഹാവ് ആക്സിലറേഷൻ, ഇവിടെ ആക്സിലറേഷൻ ഇല്ല എന്ന് ഓർത്തേക്കുക. കാരണം എന്താണ്, വെലോസിറ്റി ചേഞ്ച് ഇല്ല, പ്രവേഗമാറ്റമില്ല. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിനകത്ത് ഇവിടെ യൂണിഫോം വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈൻ പോവുകയാണെങ്കിൽ അവിടെ ത്വരണം, ആക്സിലറേഷൻ ഉണ്ടോ, ഇല്ല. കാരണം എന്താണ്, അവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ല. ഇനി രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തെ എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു വസ്തു നേർരേഖയിൽ അസമവേഗതയിൽ സഞ്ചരിക്കുന്നു. നോക്കിക്കോളൂ, ഒരു വസ്തു നേർരേഖയിൽ അസമവേഗതയിൽ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇവിടെ എത്തിയപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡായി വിചാരിക്കുക, ഇവിടെ എത്തിയപ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡ് ആണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പലപ്പോഴും പല വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് യൂണിഫോം, ഇത് ഫസ്റ്റ് വെലോസിറ്റി ആണെങ്കിൽ ഇത് ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത്
വി അല്ല, ഇത് യു ആണെങ്കിൽ ഇത് വി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 20 - 10 ഈസ് ഈക്വൽ ടു 10 കിട്ടി. അപ്പോൾ ഇവിടെ 0 ആണ് വന്ന് അല്ല. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായിരിക്കും? അസമപ്രവേഗത്തിലാണെങ്കിൽ, നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ബോഡി ഡസ് ഹാവ് ആക്സിലറേഷൻ. ഇവിടെ ത്വരണമുണ്ട് എന്ന് ഓർത്തിക്കുക. കാരണം എന്താണ്? വെലോസിറ്റി ചേഞ്ച് ഉണ്ട് എന്ന് ഓർത്തിക്കുക. അവിടെ എന്താണ്? വെലോസിറ്റി ചേഞ്ച്. അപ്പം മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രെയിറ്റ് ലൈൻ നേർരേഖയിൽ യൂണിഫോം വെലോസിറ്റി പോയാൽ അവിടെ എന്തില്ല? ആക്സിലറേഷൻ അല്ല. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി 0, പ്രവേഗമാറ്റം 0 ആണ്. ഇനി നേർരേഖയിൽ അസമപ്രവേഗത്തിൽ നോൺ യൂണിഫോം വെലോസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ത്വരണം ആക്സിലറേഷൻ ഉണ്ട്. കാരണം എന്താണ്? അവിടെ വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ട്, പ്രവേഗത്തിൽ മാറ്റം വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ഓർത്തേക്കേണ്ടത് മക്കളെ. ഇനി തെറ്റിക്കൂലല്ലോ. കണ്ടില്ലേ, ഇവിടെ പ്രവേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ഇവിടെ വെലോസിറ്റിയിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ ത്വരണം 0 ആണ്, ഇവിടെ ത്വരണം ഉണ്ട്. എത്രയെന്നുള്ളതൊക്കെ നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നതിലുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി. നേർരേഖയിൽ യൂണിഫോം വെലോസിറ്റി പോയാൽ അവിടുത്തെ ത്വരണം 0, ആക്സിലറേഷൻ 0 ആണ്. ഇനി നേർരേഖയിൽ അസമപ്രവേഗത്തിൽ പോയാൽ നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ ത്വരണമുണ്ട്. കാരണം എന്താണ്? അവിടെ വെലോസിറ്റി ചേഞ്ച്, പ്രവേഗ മാറ്റമുണ്ടെന്ന് ഓർത്തേക്കാം. ഇനി അടുത്ത 2 സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നോക്കിക്കോൾ, എന്താ തന്നിട്ടുള്ളത്? ഇവിടെ നോക്കൂ, ഒരു വസ്തു വൃത്തപാതയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. സമവേഗത്തിൽ യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ത്വരണമുണ്ടോ, ആക്സിലറേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. വൃത്തപാതയിലാണെങ്കിൽ മക്കളെ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇവിടെ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പം ഇവിടെ ഒരു 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഇവിടെ എത്തിയപ്പോഴും 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഇവിടെ എത്തിയപ്പോഴും 20 മീറ്റർ/സെക്കൻഡ്. എല്ലാ ഭാഗത്തും ഈക്വൽ സ്പീഡിലാണ് പോകുന്നത് വിചാരിക്കുക. സർക്കിളാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പോലെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഇല്ല. കാരണം അവിടെ വെലോസിറ്റി ചേഞ്ച് വരുന്നില്ല. ഇവിടെ പ്രവേഗ മാറ്റം വരാനുള്ള കാരണം, ഒരു വസ്തു വൃത്തപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും വ്യത്യാസപ്പെടുന്നു. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ. അപ്പോൾ എല്ലാ സമയത്തും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തേക്കുക. ദിശ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദിശ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓർത്തേക്കുക. അപ്പോൾ ഒരു സർക്കുലർ മോഷനിൽ ഒരു കുട്ടി ഇങ്ങനെ യൂണിഫോം സ്പീഡിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്, ത്വരണമുണ്ടെന്ന് വിചാരിക്കുക. യൂണിഫോം സ്പീഡിൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ത്വരണമുണ്ടോ? ഇല്ല, അവിടെ വെലോസിറ്റി മാറുന്നില്ല. പക്ഷെ ഒരു വൃത്താകൃതിയിൽ പോകുന്ന സമയത്ത് സെയിം സ്പീഡാണ്, പക്ഷെ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് അളവ് മാറിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒക്കെ അവിടെ എന്തുണ്ടാവും? ത്വരണം ഉണ്ടാവും. അപ്പോൾ ഓർത്തേക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വേണ്ട. വൃത്തപാതയിലൂടെ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ത്വരണമുണ്ടായിരിക്കും, ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പോയിന്റ് നോക്കൂ. ഒരു വസ്തു വൃത്തപാതയിൽ അസമവേഗത്തിൽ സഞ്ചരിക്കുന്നു, നോൺ യൂണിഫോം സ്പീഡിൽ സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പോഴും ഇനി നോൺ യൂണിഫോം സ്പീഡ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. എന്താണ്? ജസ്റ്റ് ഇങ്ങനെ ഉള്ളൂ. എത്ര? ഇവിടെ ഞാൻ 10 മീറ്റർ/സെക്കൻഡ് കൊടുത്തു, ഇവിടെ ഞാൻ 20 മീറ്റർ/സെക്കൻഡ് കൊടുത്തു, ഇവിടെ ഞാൻ വെറുതെ ഒരു 60 മീറ്റർ/സെക്കൻഡ് കൊടുത്തു വിചാരിക്കുക. ഇത് കണ്ടെഴുതി നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട. ഇവിടെയും എന്തുണ്ട്? ത്വരണമുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. എന്താ കാരണം? ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ത്വരണം ഉണ്ടായിരിക്കും. പോരാത്തത് ഇവിടെ എന്തുകൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ത്വരണം ഉണ്ടായിരിക്കും. അപ്പോൾ ത്വരണം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഡയറക്ഷൻ ദിശ മാറണം, അല്ലെങ്കിൽ അളവിൽ മാറ്റം വരണം. ഈ കാര്യങ്ങൾ ഓർത്തേക്കുക മക്കളെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ലാസ്റ്റായിട്ട് പറയട്ടെ. സ്ട്രെയിറ്റ് ലൈൻ നേർരേഖയിൽ യൂണിഫോം വെലോസിറ്റി പോയാൽ അവിടെ എന്തില്ല? ത്വരണമില്ല. കാരണം വെലോസിറ്റി മാറുന്നില്ല. ഇനി നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ എന്ത് സംഭവിക്കുന്നു? വ്യത്യസ്ത നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി അസമപ്രവേഗത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ ത്വരണമുണ്ട്. കാരണം എന്താ? അവിടെ വെലോസിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്.
അളവിൽ മാറ്റം വരുന്നുണ്ട്, അവിടെ ഡയറക്ഷൻ മാറുന്നില്ല. ഇനി വൃത്തപാതയിൽ യൂണിഫോം സ്പീഡാണെങ്കിലും അവിടെ ത്വരണമുണ്ട്, അവിടെ ഡയറക്ഷൻ മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. ഇനി വൃത്തപാതയിൽ എന്തെയാണ്, അസമവേഗത്തിൽ നോൺ യൂണിഫോം സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം മക്കളെ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡ് അളവ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. വൃത്തപാതയിലാണെങ്കിൽ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കണം. വരുന്ന പരീക്ഷയിൽ ഇത് ഷുവറാണ്. അതുകൊണ്ട് ഇനി ആരും നിങ്ങൾ എന്ത് ചെയ്യില്ല, തെറ്റിക്കില്ല. നിങ്ങൾ ഉറപ്പിച്ച് തെറ്റിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, പക്ഷേ ഈ വീഡിയോ കണ്ടതോടുകൂടി ഇനി നിങ്ങൾ ആ മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യും, ഉറപ്പ്. അപ്പോൾ ഏതായാലും വരാനിരിക്കുന്ന പരീക്ഷയിൽ നല്ല അടിപൊളിയായിട്ട് എഴുതുക, നല്ല മാർക്ക് നേടട്ടെ. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.